ആ, ഒന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണരുമ്പോൾ ഇന്ന് ഞാൻ മരിക്കും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാ എങ്ങനെയുണ്ടാവും? ശരിക്കും ഭയപ്പെടുത്തുന്നൊരവസ്ഥയാണിത്. അതെ, അതൊരു വെറും തോന്നൽ മാത്രമല്ല. ഇന്ന് മരിക്കും അല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന് 100% ഉറപ്പിച്ചൊരു തീയതി മനസ്സിൽ കുറിച്ചിടുക. ആ ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്തൊരു തീയതിയിലേക്ക് ഈ ഭയം നീളുക. കേൾക്കുമ്പോൾ തന്നെ ഒരുതരം മരവിപ്പാണ് തോന്നുന്നത്. ചിന്തിക്കാൻ പോലും ഭയപ്പെടുത്തുന്ന ഈ ഒരു അവസ്ഥയിലാണ് മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഒരു 38കാരനായ സ്കൂൾ അധ്യാപകൻ ജീവിച്ചത്. അതും 1-2 ദിവസമല്ല, 9 വർഷത്തോളം. 9 വർഷം? വാവ്! അതെ, സ്വന്തം തലച്ചോറിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത ഒരു ടൈം ബോംബ് വെച്ചുകൊണ്ട് ജീവിക്കുന്നതിന് തുല്യമാണിത്, അല്ലേ? എന്താ പറയാ, നമ്മൾ ഇന്ന് ഈ ആഴത്തിലുള്ള പഠനത്തിൽ ചർച്ച തുടങ്ങുന്നത് ജോർജ് കൊമ്മറ്റം ഗ്ലോബൽ സിസ്റ്റേഴ്സ് റിപ്പോർട്ടിൽ എഴുതിയ ഒരു ലേഖനത്തിലെ ഈ ഞെട്ടിക്കുന്ന വിവരത്തിൽ നിന്നാണ്. ശരിയാണ്. മുഹമ്മദ് ബഷീറിന്റെ ആ 9 വർഷങ്ങൾ നമ്മളെ ശരിക്കും ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ടതാണ്. തീർച്ചയായും. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് കണ്ണൂരിലെ സേക്രഡ് ഹാർട്ട് സിസ്റ്റേഴ്സ് നടത്തുന്ന ഹൃദയ ആരാം എന്ന കൗൺസിലിംഗ് കേന്ദ്രത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 26 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. 3,25,000-ത്തിലധികം ആളുകളുടെ ജീവിതത്തിലാണ് ഇവർ വെളിച്ചം വീശിയത്. ഈ വലിയൊരു യാത്രയിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം വളരെ ലളിതമാണ്. അതായത് തികച്ചും ശാസ്ത്രീയമായ മനഃശാസ്ത്ര ചികിത്സയും. അതെ, ശാസ്ത്രവും പിന്നെ അതിനൊപ്പം ഒരു തുള്ളി മനുഷ്യത്വപരമായ കാരുണ്യവും കൂടിച്ചേരുമ്പോൾ ഒരു സമൂഹത്തിൽ എന്തത്ഭുതമാണ് സംഭവിക്കുന്നത് എന്നത്. അതാണ് ഈ ബഷീറിന്റെ കേസ് തന്നെ നോക്കൂ. ഒരു സാധാരണ മനുഷ്യൻ ഇത്തരം അവസ്ഥകളിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ വാതിലുകളിലും മുട്ടും. പല ഡോക്ടർമാരെയും കാണും. അതെ, മരുന്നുകൾ കഴിച്ചാൽ ചിലപ്പോൾ താൽക്കാലികമായ ഒരു മരവിപ്പും ഉറക്കവുമൊക്കെ ലഭിച്ചേക്കാം. പക്ഷേ ഉണരുമ്പോൾ ആ ഭയം അവിടെ തന്നെ ഉണ്ടാകും. കാരണം അത് ലക്ഷണങ്ങളെ മാത്രമാണല്ലോ ലക്ഷ്യം വെക്കുന്നത്. കൃത്യമായി പറഞ്ഞു. പനി വരുമ്പോൾ ശരീരത്തിന്റെ താപനില കുറയ്ക്കാൻ നമ്മൾ മരുന്ന് കൊടുക്കുന്നത് പോലെ. എന്നാൽ മനുഷ്യ മനസ്സിന്റെ കാര്യത്തിൽ അത് പോരാ. അപ്പോഴാണ് 2014 ബഷീർ ഹൃദയാരാമിലെത്തുന്നത്. 2014? അതെ. അവിടെ ക്ലിനിക്കൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായ സിസ്റ്റർ ട്രീസ പാലക്കൽ സ്വീകരിച്ച സമീപനം തീർത്തും വ്യത്യസ്തമായിരുന്നു. ഇവിടെ അതിശയകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യമായി ചെയ്തത് അയാളുടെ ഭയത്തെ തള്ളിക്കളയാതിരിക്കുക എന്നതാണ്. അതൊരു വലിയ കാര്യമാണ്. അതെ, ഇതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാണ് എന്ന് പറഞ്ഞ് അയാളെ നിസാരവൽക്കരിച്ചില്ല. ആ ഭയം അയാൾക്ക് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് അവർ അംഗീകരിച്ചു കൊടുത്തു. അതാണ് മാറ്റത്തിന്റെ യഥാർത്ഥ തുടക്കമെന്ന് എനിക്ക് തോന്നുന്നു. ഒരാൾ അനുഭവിക്കുന്ന ഭയത്തെ മറ്റൊരാൾ പൂർണ്ണമായും കേൾക്കാൻ തയ്യാറാവുമ്പോൾ തന്നെ പകുതി ഭാരം ഇറക്കി വെച്ചതുപോലെ ആകുമല്ലോ. തീർച്ചയായും. പക്ഷെ ഇവിടെ എനിക്കൊരു കൗതുകം തോന്നിയ കാര്യം മറ്റൊന്നാണ്. ഒരു വ്യക്തിയുടെ 38 വർഷത്തെ ജീവിതത്തിൽ ഒരുപാട് അന്വേഷിച്ചിട്ടും ഈ ഭയത്തിന് കാരണമായ ഒരു ട്രോമയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ഭയത്തിന്റെ യഥാർത്ഥ കാരണം അയാൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ കൃത്യമായ നിരീക്ഷണമാണ്. സിസ്റ്റർ ട്രീസ നടത്തിയ ആ വിദഗ്ധമായ സൈക്കോതെറാപ്പി ചെന്നെത്തിയതും കൃത്യമായി ആ ഒരു ബിന്ദുവിലാണ്. വാവ്! അതായത് അമ്മയിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടതാണോ? അതെ. ബഷീർ ജനിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് 3 തവണ തുടർച്ചയായി ഗർഭമലസൽ സംഭവിച്ചിരുന്നു. അയ്യോ, 3 തവണയോ? അതെ, 3 കുഞ്ഞുങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം 4ാമത് ബഷീറിനെ ഗർഭം ധരിച്ചപ്പോൾ ആ അമ്മ അനുഭവിച്ച മാനസികാവസ്ഥയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. തീർച്ചയായും വലിയൊരു ഭയമായിരിക്കാം. ഈ കുഞ്ഞും ജീവനോടെ ബാക്കിയുണ്ടാകില്ലേ എന്ന കടുത്ത ഉത്കണ്ഠയും മരണഭയവും അവർ ആ ഗർഭകാലം മുഴുവൻ രാവും പകലും അനുഭവിച്ചിരിക്കാം. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരു ഗർഭിണി കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ ശരീരത്തിൽ ആ സ്ട്രെസ് ഹോർമോണുകൾ വരുമല്ലേ? അതെ, കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് പ്ലാസന്റയിലൂടെ ഗർഭസ്ഥ ശിശുവിലേക്ക് എത്തുകയും ആ കുഞ്ഞിന്റെ തലച്ചോറിലെ ഭയത്തെ നിയന്ത്രിക്കുന്ന അമിഗ്ഡല എന്ന ഭാഗത്തിന്റെ വികാസത്തെ നേരിട്ട് സ്വാധീനിക്കുകയും ചെയ്യും. അപ്പോൾ അമ്മയുടെ ഭയം വയർ ചെയ്യപ്പെടുകയാണ്. അതാണ്. അമ്മയുടെ ആ വലിയ ഭയം അറിയാതെ തന്നെ ഗർഭപാത്രത്തിൽ വെച്ച് ആ കുഞ്ഞിലേക്ക് വയർ ചെയ്യപ്പെടുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ബഷീർ അനുഭവിച്ച ഈ മരണഭയത്തിന്റെ ശാസ്ത്രീയമായ വേര് അതായിരുന്നു. ശാസ്ത്രം എത്രത്തോളം സൂക്ഷ്മമായാണ് തലച്ചോറിൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കൂ.
നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ തലച്ചോറിലെ ചില സർക്യൂട്ടുകൾ മറ്റൊരാളുടെ ഉത്കണ്ഠകളാൽ നിർമ്മിക്കപ്പെടുന്നു എന്നത് വലിയൊരു തിരിച്ചറിവാണ്. അതെ. അപ്പോൾ ഒരു വ്യക്തിയുടെ മാനസിക പ്രശ്നങ്ങളെ ഒരിക്കലും ഒറ്റപ്പെടുത്തി കാണാൻ കഴിയില്ല എന്നതിലേക്കല്ലേ ഇത് വിരൽ ചൂണ്ടുന്നത്? ഈയൊരു പോയിന്റിൽ നിന്നാണ് ഹൃദയാരാമിന്റെ അടിസ്ഥാന തത്വശാസ്ത്രം രൂപപ്പെടുന്നത് എന്നെനിക്ക് തോന്നുന്നു. കൃത്യമായി പറഞ്ഞാൽ അവിടെ നിന്നാണ് തുടക്കം. 2000 ജൂലൈ 4 ഈ സ്ഥാപനം തുടങ്ങുന്നതിനു മുൻപ് സിസ്റ്റർ ട്രീസ പാലക്കൽ ഒരു അധ്യാപികയായിരുന്നു. അവർ സ്കൂളിലെ കുട്ടികളെ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ക്ലാസ്സിൽ അമിതമായി ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ പഠനത്തിൽ തീരെ ശ്രദ്ധയില്ലാത്ത കുട്ടികളെ നമ്മൾ കുഴപ്പക്കാരെന്ന് മുദ്രകുത്തും, അല്ലേ? സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. എന്നാൽ അവർ യഥാർത്ഥത്തിൽ അവരുടെ വീടുകളിലെ പ്രശ്നങ്ങളുടെ ഒരു ലഘുവായ പ്രതിഫലനം മാത്രമാണ് അവിടെ കാണിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കി. ആ ഒരു കണ്ടെത്തലാണ് ശരിക്കും അവരുടെ പ്രവർത്തന മേഖലയെ തന്നെ മാറ്റിമറിച്ചത്. സിസ്റ്റർ ട്രീസ അതിന് വിശേഷിപ്പിക്കുന്നത് മഞ്ഞുമലയുടെ പ്രതിഭാസം അഥവാ ഐസ്ബർഗ് ഇഫക്റ്റ് എന്നാണ്. സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുമല. അതെ. അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ പുറത്ത് കാണുന്നുള്ളൂ. വലിയ ഭാഗവും വെള്ളത്തിനടിയിലായിരിക്കും. അതുപോലെയാണ് ഈ കുട്ടികളുടെ സ്വഭാവ പ്രശ്നങ്ങളും. പുറത്തു കാണുന്ന ദേഷ്യമോ അക്രമവാസനയോ വെറും ലക്ഷണങ്ങൾ മാത്രമാണ്. അതിന്റെ യഥാർത്ഥ കാരണം വീട്ടിലായിരിക്കും. തീർച്ചയായും അതിന്റെ കാരണങ്ങൾ കിടക്കുന്നത് അവരുടെ വീടുകളിലെ അസ്വസ്ഥതകളിലാണ്. കുടുംബമെന്ന അടിത്തറയിൽ വിള്ളലുകൾ വീഴുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവിടെയുള്ള കുട്ടികളെയാണ്. ഈ തിരിച്ചറിവാണ് അധ്യാപകവൃത്തി ഉപേക്ഷിച്ച് ഫിലിപ്പീൻസിൽ പോയി സൈക്കോളജി പഠിക്കാനും പിന്നീട് ഹൃദയാരാം തുടങ്ങാനും അവരെ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് അവരിതിലേക്ക് വരുന്നത്. അതെ. കുടുംബം സുഖപ്പെടുമ്പോൾ മാത്രമേ വ്യക്തിയും സുഖപ്പെടുന്നുള്ളൂ എന്ന തത്വമാണ് അവർ സ്വീകരിച്ചത്. ഇവിടെ എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാകുന്നത്. എന്താണ്? ഈ പറയുന്ന മഞ്ഞുമലയുടെ പ്രതിഭാസമൊക്കെ ശരിയാണ്. പക്ഷേ ഒരു വ്യക്തി അനുഭവിക്കുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും എപ്പോഴും കുടുംബത്തെ മാത്രം പഴിചാരുന്നത് ശരിയാണോ? ആഹാ, നല്ലൊരു ചോദ്യമാണ്. ഒരാളുടെ സ്വന്തം തീരുമാനങ്ങൾ, അവരുടെ ചുറ്റുപാടുകൾ ഒക്കെ കാരണമാകില്ലേ? എപ്പോഴും കുടുംബത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഒരു വ്യക്തിക്ക് സ്വന്തം തെറ്റുകളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ന്യായീകരണം നൽകുകയല്ലേ ചെയ്യുന്നത്? ശരിയാണ്. വളരെ സ്വാഭാവികമായി തോന്നാവുന്നൊരു സംശയമാണത്. എല്ലാ പ്രശ്നങ്ങൾക്കും കുടുംബം മാത്രമല്ല കാരണമെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മളിതിനെ വലിയൊരു ചിത്രത്തിലേക്ക് ബന്ധിപ്പിച്ചാൽ മനഃശാസ്ത്രത്തിൽ കുടുംബത്തെ കേവലം ഒരു കൂട്ടമായിട്ടല്ല കാണുന്നത്. പിന്നെങ്ങനെയാണ്? അതൊരു സിസ്റ്റമാണ്. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്റം. ഇവിടെ കുടുംബത്തെ പ്രതികൂട്ടിൽ നിർത്തുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ അല്ല ലക്ഷ്യം. മറിച്ച് ഒരാൾ വളർന്നുവരുന്ന വൈകാരികമായ ഉറവിടം എങ്ങനെയുള്ളതാണെന്ന് കണ്ടെത്തുകയാണ്. തെറ്റ് കണ്ടുപിടിക്കാനല്ല. അല്ല. ഒരു ചെടി വാടിപ്പോകുമ്പോൾ നമ്മൾ ആ ഇലകളെ കുറ്റം പറയുന്നതിനു പകരം അതിലെ മണ്ണിന്റെ ഗുണനിലവാരവും വെള്ളവും പരിശോധിക്കാറില്ലേ? അതുതന്നെയാണിതും. ഹൃദയാരാമിന്റെ ഇപ്പോഴത്തെ ഡയറക്ടറും സൈക്കോളജിയിൽ PhD-യുമുള്ള സിസ്റ്റർ റിൻസി അഗസ്റ്റിന്റെ ചികിത്സാരീതികളും ഇതുതന്നെയാണ്. അവർ രോഗിയെ ഒറ്റപ്പെടുത്തി കാണില്ല. രോഗലക്ഷണങ്ങളെ മാത്രമല്ല, രോഗിയുടെ വൈകാരിക ചുറ്റുപാടുകളെ ഒന്നടങ്കമാണ് അവർ പരിഗണിക്കുന്നത്. അതൊരു കൃത്യമായ ഉപമയാണ്. വാടിയ ഇലകളെ കുറ്റം പറയുന്നതിനു പകരം മണ്ണിനെ പരിശോധിക്കുക എന്നത്. എന്നുവെച്ചാൽ അഴുക്കുപിടിച്ച കാർ പെയിന്റ് ചെയ്യുന്നതിനു മുൻപ് ഉള്ളിലെ തുരുമ്പ് കളയുന്നതുപോലെ. അതെ, കൃത്യമായി പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ പ്രശ്നം കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവരത് പരിഹരിക്കുന്നത്? കാരണം ഒരു കൂട്ടം സന്യാസിനിമാർ നടത്തുന്ന സ്ഥാപനമെന്ന് കേൾക്കുമ്പോൾ ഇതൊരു പ്രാർത്ഥനാ കേന്ദ്രമാണെന്നോ അല്ലെങ്കിൽ ആത്മീയ ഉപദേശങ്ങൾ നൽകുന്ന ഇടമാണെന്നോ ആരെങ്കിലും തെറ്റിദ്ധരിച്ചേക്കാം. ആ തെറ്റിദ്ധാരണ മാറേണ്ടത് അത്യാവശ്യമാണ്. അതെ, തികഞ്ഞ ശാസ്ത്രീയ അടിത്തറയിലാണ് ഇതിന്റെ പ്രവർത്തനം എന്നതെടുത്തു പറയേണ്ടതുണ്ട്. തീർച്ചയായും. സിസ്റ്റർ റിൻസിയുടെ നേതൃത്വത്തിൽ 12 സന്യാസിനിമാരും ഒരു ലേ കൗൺസിലറും പിന്നെ ഒരു ഫാമിലി തെറാപ്പിസ്റ്റും അടങ്ങുന്ന ഒരു വലിയ പ്രൊഫഷണൽ ടീമാണ് അവിടെയുള്ളത്. ഇവരെല്ലാവരും സൈക്കോളജിയിലും തെറാപ്പിയിലും ഉയർന്ന യോഗ്യതകൾ നേടിയവരാണ്. എന്തൊക്കെ തെറാപ്പികളാണ് അവിടെ ചെയ്യുന്നത്? അവർ പ്രധാനമായും ഉപയോഗിക്കുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതായത് CBT, പിന്നെ സൈക്കോഡൈനാമിക് തെറാപ്പി, ഫാമിലി തെറാപ്പി, പേഴ്സൺ സെന്റേർഡ് തെറാപ്പി എന്നിങ്ങനെ വിവിധ ശാസ്ത്രീയ സമീപനങ്ങളാണ്. എന്നുവെച്ചാൽ പൂർണ്ണമായും ക്ലിനിക്കലാണ്. അതെ. ഉദാഹരണത്തിന് നമ്മൾ മുൻപ് പറഞ്ഞ ബഷീറിന്റെ കേസിൽ CBT എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം.
ഞാനിന്ന് മരിക്കും എന്ന ചിന്ത ഒരു ലൂപ്പ് പോലെ തലച്ചോറിൽ വീണ്ടും വീണ്ടും പ്രവർത്തിക്കുമ്പോൾ ആ ചിന്തകളെ യുക്തിസഹമായി ചോദ്യം ചെയ്യാനും നെഗറ്റീവായ ചിന്താരീതികളെ മാറ്റിമറിച്ച് തലച്ചോറിനെ ശാസ്ത്രീയമായി റീവയർ ചെയ്യാനുമാണ് CBT സഹായിക്കുന്നത്. ഓ, വെറുമൊരു ഉപദേശമല്ല. ഒരിക്കലുമല്ല. അതൊരു ശാസ്ത്രീയ പ്രക്രിയയാണ്. അതുപോലെ തന്നെ സൈക്കോഡൈനാമിക് തെറാപ്പിയുടെ കാര്യവും സിസ്റ്റർ ഇൻസി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് ഇതില്. എന്താണത്? കുറെ മുൻപ് അവരുടെ അടുത്തെത്തിയ ഒരു കുട്ടിയുടെ അവസ്ഥ. വീടിന് പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരുന്ന, സംസാരിക്കാൻ പോലും കഴിയാതിരുന്നൊരു കുട്ടി. അവിടെ അവർക്ക് മരുന്നുകളെക്കാൾ കൂടുതൽ വേണ്ടിയിരുന്നത് അപാരമായ ക്ഷമയായിരുന്നു. ആ കുട്ടിയൊരു രോഗിയായി കാണാതെ പൂർണ്ണമായും ഭയചകിതനായ ഒരു വ്യക്തിയായി അംഗീകരിച്ച് സുരക്ഷിതമായി സംസാരിക്കാനുള്ള ഒരു ഇടം ഒരുക്കി കൊടുക്കുക എന്നതാണ് അവർ ചെയ്തത്. അങ്ങനെ ക്ഷമയോട് കേട്ട് അതെ, മാസങ്ങളോളം സമയമെടുത്ത് പതിയെ പതിയെ ആ കുട്ടി തന്റെ ഭയത്തിൽ നിന്ന് പുറത്തുവരികയും ജീവിതത്തിലേക്ക് തിരികെ പോവുകയും ചെയ്തു. ഇതൊരു സാധാരണ ക്ലിനിക്കിൽ 10 മിനിറ്റ് കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് ഹൃദയാരാം കേവലം ഒരു ക്ലിനിക് എന്നതിലുപരി ഹൃദയങ്ങളുടെയും ബന്ധങ്ങളുടെയും ഒരു എമർജൻസി റൂം പോലെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. ശരിയാണ്, അതൊരു എമർജൻസി റൂം തന്നെയാണ്. പലരും മാനസിക പ്രശ്നങ്ങൾക്ക് സഹായം തേടാൻ മടിക്കുമ്പോൾ ഞങ്ങളെ കേൾക്കാൻ ആളുണ്ട് എന്ന് തോന്നുമ്പോഴാണ് യഥാർത്ഥത്തിൽ രോഗശാന്തി തുടങ്ങുന്നത്. അതെ, എന്നാൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാകണമെങ്കിൽ അവർ എങ്ങനെയാണ് ഈ ഒരു ശാസ്ത്രീയ അറിവ് സമൂഹത്തിലേക്ക് പകർന്നു നൽകിയതെന്ന് കൂടെ നോക്കേണ്ടതുണ്ട്. അവർ രോഗികളെ ചികിത്സിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അതെ, അവർ സ്വന്തമായി രോഗശാന്തി നൽകാൻ കഴിയുന്ന മനുഷ്യരുടെ വലിയൊരു ശൃംഖല തന്നെ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുത്തു. 2006 കണ്ണൂർ സർവകലാശാലയുമായി ചേർന്ന് തുടങ്ങിയ കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് കൗൺസിലിംഗ് സൈക്കോളജി ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരുന്നു അത്. പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതിസ് പാലക്കലിന്റെ നേതൃത്വത്തില് 700-ലധികം വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പരിശീലനം നേടിയിട്ടുണ്ട്. അധ്യാപകർ, അഭിഭാഷകർ തുടങ്ങി പല മേഖലകളിലുള്ളവരാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ആ കോഴ്സിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ചേരുന്ന എല്ലാവരും കോഴ്സിന്റെ ഭാഗമായി നിർബന്ധമായും തെറാപ്പിക്ക് വിധേയരാകണം എന്നൊരു നിയമമുണ്ട്. അതായത് പഠിക്കാൻ വരുന്നവർ ആദ്യം സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതെ, സ്വന്തം ഉള്ളിലെ മുറിവുകൾ ഉണങ്ങാതെ മറ്റൊരാളെ ചികിത്സിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവർക്കറിയാം. സ്വന്തം ട്രോമകളെ മറികടക്കുമ്പോൾ ഒരാളിൽ വളരെ ആഴത്തിലുള്ള സഹാനുഭൂതി ഉണ്ടാകും. അങ്ങനെ മുറിവുണങ്ങിയവരാണ് ഏറ്റവും മികച്ച മുറിവുണക്കുന്നവരായി മാറുന്നത്. വാവ്! സൈക്കോളജിയിൽ ഇതിന് വൂണ്ടഡ് ഹീലർ എന്ന് പറയും. വൂണ്ടഡ് ഹീലർ, ആ പ്രയോഗം വളരെ കൃത്യമാണ്. കാരണം എന്താ പറയാം, നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ മുഹമ്മദ് ബഷീർ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ അതാണ്. അതെ, വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു വസ്തുതയാണത്. 9 വർഷം മരണഭയം അനുഭവിച്ച അയാൾ പത്രത്തിൽ ഈ കോഴ്സിന്റെ പരസ്യം കാണുന്നു. അവിടെ കൗൺസിലിംഗ് പഠിക്കാൻ ചേരുന്നു. അവിടെയുള്ള നിർബന്ധിത തെറാപ്പിയിലൂടെയാണ് അയാൾ തന്റെ ഉള്ളിലെ യഥാർത്ഥ ഭയത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കുന്നത്. ശരിക്കും ഒരു റിപ്പിൾ ഇഫക്റ്റ്. അതെ, സ്വന്തം ഭയത്തെ ചികിത്സിക്കാൻ വന്ന അയാൾ ആ കോഴ്സ് പൂർത്തിയാക്കി പിന്നീട് മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി മാറിയെന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിനർത്ഥം എന്താണ്? സ്വന്തം മുറിവുണക്കാൻ വന്ന അയാൾ എങ്ങനെയാണ് വലിയൊരു സമൂഹത്തിന് താങ്ങാകുന്നത് നോക്കൂ. ഈയൊരു തരംഗപ്രഭാവം അല്ലെങ്കിൽ റിപ്പിൾ എഫക്റ്റ് തന്നെയാണ് ഹൃദയാരാമിന്റെ വളർച്ചയ്ക്കും കാരണം. 2010 അവർ കുഡാലിയിൽ ഫാമിലി കൗൺസിലിംഗ് സെന്റർ തുടങ്ങി. പിന്നെ ഇരുട്ടിയിൽ 2016 സൈക്കോ എഡ്യൂക്കേഷൻ സെന്റർ തുടങ്ങി. സമൂഹത്തിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് വളരുകയായിരുന്നു. അതെ, ഏറ്റവും ഒടുവിലായി 2023 മെന്റൽ ഹെൽത്ത് കെയർ സെന്ററും ആരംഭിച്ചു. വ്യക്തികളിൽ നിന്നാരംഭിച്ച് സമൂഹത്തിലേക്കുള്ള വലിയൊരു മാറ്റമായിരുന്നു അത്. തീർച്ചയായും വ്യക്തികളുടെയോ കുടുംബത്തിന്റെയോ പ്രശ്നങ്ങൾക്കപ്പുറം ഒരു വലിയ കൂട്ടം മനുഷ്യർ ഒരുമിച്ച് വലിയ ദുരന്തങ്ങൾക്കിരയാകുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതും വലിയൊരു കാര്യമാണ്. അതിനെ നമ്മൾ മാക്രോ ലെവൽ ഇംപാക്റ്റ് എന്നാണ് വിളിക്കുന്നത്. കേരളം അടുത്ത കാലത്ത് കണ്ട വലിയ ദുരന്തമുഖങ്ങളിലൊക്കെ ഇവരുടെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു. എവിടെയൊക്കെയായിരുന്നു? 2018 പ്രളയം, 2017 ഓഖി ചുഴലിക്കാറ്റ്, 2019 പുത്തുമല ഉരുൾപൊട്ടൽ, കൂടാതെ 2012 കണ്ണൂർ പെരുമണ്ണിൽ ഒരു വലിയ അപകടം നടന്നില്ലേ? ഉവ്വ്, ആ ദാരുണമായ സ്കൂൾ വാൻ അപകടം, 9 കുട്ടികൾ മരിച്ച സംഭവം. അതെ അതെ, ആ സമയത്തൊക്കെ ഹൃദയാരാം നൽകിയ അതിവിപുലമായ മാനസിക പിന്തുണ വളരെ വലുതായിരുന്നു.
എല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്ന ഒരു മനുഷ്യന് യാതൊരു തടസ്സവുമില്ലാതെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സുരക്ഷിതമായ ഒരിടം നൽകുക എന്നത് വളരെ പ്രധാനമാണ്. ശരിയാണ്. നമ്മളിൽ പലരും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കാറുള്ളത്. എന്നാൽ മനുഷ്യന്റെ തകർന്ന മനസ്സിനെ തിരികെ പണിയുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ കാര്യമല്ലേ? അതെ. അതിനായി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയുമുണ്ട്, ഹൃദയാരാം അലുമിനി അസോസിയേഷൻ, അല്ലെങ്കിൽ HART എന്ന് ചുരുക്കപ്പേരിൽ പറയും. HART. ഇതിന്റെ കോർഡിനേറ്ററായ VV രണേഷ് പറയുന്നതനുസരിച്ച് അടിയന്തര ഘട്ടങ്ങളിൽ പ്രവർത്തിക്കാൻ പ്രത്യേകം പരിശീലനം ലഭിച്ചവരാണവർ. ലോകം മുഴുവൻ സന്തോഷത്താൽ ആലിംഗനം ചെയ്യപ്പെടട്ടെ എന്നതാണ് അവരുടെ മുദ്രാവാക്യം തന്നെ. എത്ര മനോഹരമായ വാക്കാണ്. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ, അതുപോലെ മുൻ നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടർ KV ലതീഷ് ഒക്കെ ഇവരുടെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ അഭിനന്ദിച്ചിട്ടുണ്ട്. ഓഖി ചുഴലിക്കാറ്റിൽ ശാരീരികമായി രക്ഷപ്പെട്ടാലും വൈകാരികമായി തകർന്നവർക്ക് ഹൃദയാരാം വലിയ പ്രതീക്ഷയാണ് നൽകിയത്. വാവ്. അപ്പൊ നമ്മൾ ഇന്ന് കണ്ട ഈ യാത്രയുടെ ചുരുക്കം ഇതാണ്. മുഹമ്മദ് ബഷീറിന്റെ വ്യക്തിപരമായ അദൃശ്യമായ ഭയത്തിൽ നിന്ന് തുടങ്ങി ഒരു വലിയ സമൂഹത്തിന്റെ മുഴുവൻ മാനസികാരോഗ്യത്തെയും താങ്ങി നിർത്തുന്ന ഒരു സ്ഥാപനമായി ഹൃദയാരാം മാറിയതിന്റെ നാൾവഴികൾ. മനുഷ്യത്വപരമായ സ്പർശമില്ലാത്ത ശാസ്ത്രം അപൂർണമാണെന്ന് ഈ പഠനം തെളിയിക്കുന്നു. അതെ, ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നുണ്ട്. സിസ്റ്റർ ട്രീസ പാലക്കൽ പറയുന്നതുപോലെ മാനസികാരോഗ്യത്തിന് ഒരു ആലിംഗനം പോലെ സുരക്ഷിതത്വം നൽകാൻ കാരുണ്യത്തിന് മാത്രമേ കഴിയൂ. കിട്ടുന്ന അംഗീകാരങ്ങളല്ല, മറിച്ച് തങ്ങളുടെ മുന്നിലൂടെ മാറുന്ന മനുഷ്യജീവിതങ്ങളാണ് യഥാർത്ഥ പ്രതിഫലമെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. ശരിക്കും അതുതന്നെയാണ് ഏറ്റവും വലിയ അവാർഡ്. അല്ല, ഈ പഠനം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഷീറിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതുപോലെ ഒരു അമ്മയുടെ പറയാത്ത ഉത്കണ്ഠകളും ഭയവും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു നമ്മൾ മനസ്സിലാക്കി. എങ്കിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന ആഴത്തിലുള്ള സമാധാനവും പ്രതിസന്ധികളെ നേരിടാനുള്ള അതിരുകളില്ലാത്ത മാനസിക കരുത്തും, അതായത് ആ റെസിലിയൻസ്, ഇതേപോലെ തന്നെ നിശബ്ദമായി അടുത്ത തലമുറകളിലേക്ക് ജനിതകമായി കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ? വാവ്, അതൊരു വലിയ ചിന്തയാണ്. ഈ ആഴമുള്ള പഠനം അവസാനിപ്പിക്കുന്നു. ഉണർത്താൻ കാത്തുകിടക്കുന്ന വലിയൊരു സമാധാനത്തിന്റെ വിത്ത് നിങ്ങൾക്കകത്തുമുണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ. മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു.